ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് 3 എന്താണ് അമ്മേ സ്വാതന്ത്ര്യം. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് എന്നല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഓക്കെ, ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 3 എന്താണ് അമ്മേ സ്വാതന്ത്ര്യം. 2024 ആഗസ്റ്റ് 15 വ്യാഴം. ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. പതിവിലും നേരത്തെ സ്കൂളിൽ പോയി. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന 3 നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി. കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു. അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു. എനിക്ക് സന്തോഷമായി. വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ, കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ, വാഹനങ്ങളിലെല്ലാം മൂവർണ്ണക്കൊടികൾ. വഴിയിൽ പലയിടത്തും പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളും 3 നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. ഹെഡ്മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂളിലും പായസം ഉണ്ടായിരുന്നു. അടപ്രഥമൻ. ഞങ്ങൾ പായസം കുടിച്ചു. നല്ല സ്വാദ്, എനിക്കിഷ്ടമായി. ഉച്ചയ്ക്ക് വീട്ടിലെത്തി. കൂട്ടുകാരോടൊപ്പം കളിച്ചു. ടിവിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ. ഇതെന്താ ഇപ്പം നമ്മൾ വായിച്ചത്? ഡയറി വായിച്ചല്ലോ. സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു? നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം നോക്കാം. കവിത വായിക്കാം, ഈണത്തിൽ ചൊല്ലാം. സ്വാതന്ത്ര്യം. ചന്തുവിനുണ്ടൊരു സന്ദേഹം. സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയം. ചന്തുവിനൊരു സംശയമുണ്ട്. എന്താണ് അമ്മേ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ്. ചന്തുവിൻ്റെ ചോദ്യത്തിന് ഉത്തരമൊന്നും പറയാതെ അമ്മ പുഞ്ചിരിച്ചു. ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ. അപ്പോഴാണ് ഓലത്തുമ്പത്തിരുന്നിട്ട് ഇങ്ങനെ ചാഞ്ചാടുന്ന ഒരു തത്തമ്മയെ കണ്ടത്. തത്തമ്മ അപ്പം എന്താ പറഞ്ഞ്? ഒന്ന് ചിലച്ചു ചന്തത്തിൽ. ചന്തുവിന് ഉത്തരം കൊടുക്കുന്നത് പോലെ തത്തമ്മ ഒന്ന് ചിലച്ചു. ബന്ധനമില്ലെന്നാകിയിടിൽ അതാണ് കുഞ്ഞേ സ്വാതന്ത്ര്യം. തത്തമ്മ എന്താണ് ചിലച്ചത്? ബന്ധനം, ആരും കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ അതാണ് സ്വാതന്ത്ര്യം. ഇപ്പം തത്തമ്മയൊക്കെ നമ്മൾ സ്നേഹത്തോടു കൂടി വളർത്തി എന്താക്കുന്നു? നമ്മളവിടെ കെട്ടിയിടുക, നമ്മളൊരു കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചിടുക. അത് സ്വാതന്ത്ര്യം കിട്ടായ്മയാണ് അല്ലേ? സ്വാതന്ത്ര്യം ഇല്ല അവിടെ. അപ്പോൾ ബന്ധനമില്ലെങ്കിൽ അതാണ് സ്വാതന്ത്ര്യം എന്നാണ് തത്തമ്മ പറയുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. നമുക്കിഷ്ടമുള്ളത് പഠിക്കുക, നമുക്കിഷ്ടമുള്ളിടത്ത് പഠിക്കാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര ചെയ്യാം, നമുക്ക് വേണ്ട വഴിയിൽ കൂടെ നടക്കാം, നമുക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. അന്നാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രയായത്. നിങ്ങൾ കുറച്ചുകൂടി വലുതാകുമ്പോൾ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ. കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം. ഇവിടെ കിങ്ങിണിയുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊരു കഥയാണ്. ഇന്ന് സാരംഗിൻ്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ. കൂട്ടിലിരുന്ന് കിങ്ങിണി തത്ത കൊഞ്ചി പറഞ്ഞു. കിങ്ങിണി തത്ത കൊഞ്ചി പറയാണ്, സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നു ഹാപ്പി ബർത്ത്ഡേ. പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി. സാരംഗിൻ്റെ കൂട്ടുകാരൊക്കെ എത്തി. കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും കിങ്ങിണിയെ ഇഷ്ടമായി. കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു. വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി.
കേക്ക് മുറിച്ചു. പിറന്നാൾ സദ്യ ഉണ്ടു. കൂട്ടുകാർ ഒന്നിച്ച് കളിച്ച് തിമിർത്തു. പിറന്നാൾ കെങ്കേമമായി. സാരംഗിന് സന്തോഷമായി. എങ്ങനെയൊക്കെ പിറന്നാൾ ആഘോഷിച്ച് സാരംഗ്? ആദ്യം സാരംഗിൻ്റെ കൂട്ടുകാരെല്ലാവരും വന്നു. അവരും വീട്ടുകാരും ചേർന്ന് വീട് അലങ്കരിച്ചു, കേക്ക് മുറിച്ചു, പിറന്നാൾ സദ്യ ഉണ്ടു, പിന്നീട് കൂട്ടുകാരോടൊപ്പം കളിച്ചു. ഇങ്ങനെയാണ് സാരംഗ് പിറന്നാൾ ആഘോഷിച്ചത്. രാത്രിയായി. കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാകും, അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത്. പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ. അവൾക്കുമുണ്ടാവില്ലേ അച്ഛനും അമ്മയും? ഇന്നാണ് സാരംഗ് ആദ്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. സാരംഗ് വിചാരിക്കുകയാണ്, കിങ്ങിണിക്കും അച്ഛനും അമ്മയും ഉണ്ടാവില്ലേ, അവരെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ, അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവില്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് സാരംഗിന് ഉറക്കം വന്നില്ല. ഓക്കെ, അവൻ മെല്ലെ എഴുന്നേറ്റു. കുറുക്കൻ്റെ ഓരിയിടലും നായ്ക്കളുടെ കുരയും വകവെക്കാതെ. കുറുക്കൻ്റെ ഓരിയിടൽ കേട്ടു, നായ്ക്കളുടെ കുര കേട്ടു, അതൊന്നും കേട്ട് പേടിച്ച് പിന്മാറിയില്ല. അതൊന്നും വകവെക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു. വരാന്തയുടെ അങ്ങേ തലക്കലേക്ക് നടന്നു. അവിടെയാണ് കിങ്ങിണിയുടെ കൂട്. എങ്ങും ഇരുട്ട്. അവൻ പക്ഷിക്കൂടിനടുത്തെത്തി. കൂട്ടിൽ കിങ്ങിണി ഒറ്റയ്ക്ക്. സാരംഗ് കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾ സങ്കടപ്പെടുന്നുണ്ടോ, അവൾ കരയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാവും അല്ലേ, കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. കൂട് തുറന്നു. കിങ്ങിണി വന്ന് അവൻ്റെ കയ്യിൽ ഇരുന്നു. അതിൻ്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി. ചെവിയിൽ എന്തോ മന്ത്രിച്ചു. സാരംഗ് കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് എന്തായിരിക്കും? അവൻ മനസ്സിൽ ആലോചിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ആവും അല്ലേ? നിനക്ക് അച്ഛനും അമ്മയുടെ അടുത്ത് പോണോ? നിനക്ക് അച്ഛനും അമ്മയും കാണാൻ തോന്നുന്നുണ്ടോ? ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലേ? ഇനി നമുക്കൊരു കവിതയാണ്, മഹാത്മജിയെ കുറിച്ചിട്ടുള്ള കവിത. മുൻവരിപ്പല്ലു പൊയ്പോയ മോണ കാട്ടിച്ചിരിച്ചൊരാൾ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ? അങ്ങനത്തെ ഒരു പടം നീ കണ്ടിട്ടില്ലേ? പല്ലൊന്നുമില്ലാത്ത മോണ കാട്ടി ചിരിച്ച് ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ഒരാളുടെ ചിത്രം നീ കണ്ടിട്ടില്ലേ? അതാണു ഗാന്ധിയപ്പൂപ്പൻ, ആരിലും കനിവുള്ളവൻ, കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ. ആ ചമ്പ്രം പടിഞ്ഞിരുന്ന് ചിരിക്കുന്ന ആളാണ് ഗാന്ധി അപ്പൂപ്പൻ. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? എല്ലാവരോടും നല്ല കനിവുള്ള ആളാണ്, ദയയുള്ള ആളാണ്, കുട്ടികളോടൊത്തു കളിക്കാൻ കൊതിയുള്ള ആളാണ്. വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പുവെന്നു പലപ്പോഴും, ആ വാക്കു കേട്ടിരിക്കും നീ അച്ഛനെന്നർത്ഥമായിടും. ബാപ്പു എന്ന് നാട്ടുകാർ പലരും അദ്ദേഹത്തെ വിളിക്കുന്നു. ബാപ്പു എന്ന വാക്കിൻ്റെ അർത്ഥം നിനക്ക് അറിയാമായിരിക്കും, അച്ഛൻ എന്നാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേരു നീളെ പ്രസിദ്ധമായി. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ഗാന്ധിജി പ്രയത്നിച്ചത്, വേല ചെയ്തത് എന്ന് പറഞ്ഞാൽ പണിയെടുത്തത്, അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. മഹാത്മാഗാന്ധി എന്നുള്ള പേര് അങ്ങനെ ലോകത്തിലെല്ലായിടത്തും പ്രസിദ്ധമായി. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കവിതയാണിത്. ഗാന്ധിജിയെ വിളിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഗാന്ധി അപ്പൂപ്പൻ എന്ന് വിളിക്കുന്നു, ബാപ്പു എന്ന് വിളിക്കുന്നു, മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നു അല്ലേ? പിന്നെ ഗാന്ധിജിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം. ഏതാണത്? കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ. കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ കൊതിയാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കുട്ടികളെ വളരെ ഇഷ്ടമാണ് എന്ന്. ബാപ്പു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അച്ഛൻ. ഓക്കെ,
ഇനി ഇവിടെ നമ്മുടെ ദേശീയ പതാക കൊടുത്തിട്ടുണ്ട്. നിറം കൊടുക്കണം നിങ്ങൾ. നമ്മുടെ ദേശീയ പതാകയ്ക്ക് എത്ര നിറങ്ങളാണ്? 3 നിറങ്ങളുണ്ട്. മുകളിൽ കുങ്കുമ നിറം, നടുക്കു വെള്ളയും താഴെ പച്ചയും. മധ്യത്തിലായി ഒരു ചക്രമുണ്ട് അല്ലേ? ഇതാണ് അശോക ചക്രം. ഈ അശോക ചക്രത്തിന് നീല നിറവും കൊടുക്കണം. നിങ്ങളുടെ പേന കൊണ്ട് നിറം കൊടുത്താൽ മതി ഓരോ വരയും. ഓക്കെ, ഇത് 24 വരകളാണ്, 24 ആരക്കാലുകളാണ് അശോക ചക്രത്തിന് ഉള്ളത്. അപ്പോൾ എല്ലാവരും പതാക നിറം കൊടുക്കുക. അടുത്തത് ചാച്ചാജിയുടെ റോസാപ്പൂവ്. ഇപ്പം നമ്മൾ ഇത്ര നേരം നോക്കിയത് ഗാന്ധിജി, ബാപ്പുജി അല്ലേ? ഇത് ചാച്ചാജി. ചാച്ച എന്ന് പറഞ്ഞാലും അച്ഛൻ തന്നെയാണ്. ചാച്ചാജി. ചാച്ചാജി നോക്കൂ, നല്ല കുർത്തയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? പൈജാമയും കുർത്തയൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും കുട്ടികളെയാണ് ഇഷ്ടം. നിങ്ങളെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഗാന്ധിജിക്കും നെഹ്റുവിനും എല്ലാ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അമ്മയ്ക്കും അച്ഛനോ അവർക്കും ഇഷ്ടമാണ്. ടീച്ചേഴ്സിനും കുട്ടികളെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പം നോക്കാം, നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ പൂക്കളെയും. നെഹ്റുവിന് പൂക്കളെയും ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു. അവൾ നല്ല ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു. പൂവ് വാങ്ങാൻ അദ്ദേഹം കൈനീട്ടി. കുട്ടി അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു. താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു. കോട്ടിൻ്റെ പോക്കറ്റിൽ കുത്തിക്കൊടുത്തു കുട്ടി, കയ്യിലല്ല കൊടുത്തത്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം കുട്ടിയുടെ കവിളത്ത് സ്നേഹപൂർവ്വം തലോടി. അന്നു മുതലാണത്രേ നെഹ്റു തൻ്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത്. നെഹ്റുവിനെ എപ്പോൾ കാണുമ്പോഴും നെഹ്റുവിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലെ അല്ലെങ്കിൽ ആ ബട്ടൺസിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു റോസാപ്പൂവ് കുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടി കൊടുത്തത് മുതൽക്കാണ് നെഹ്റു ഇങ്ങനെ റോസാപ്പൂവ് ധരിക്കാൻ തുടങ്ങിയത്. ഇവിടെ നമുക്ക് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കൽ, ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ചിത്രങ്ങൾ ശേഖരിക്കൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രവർത്തനങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുക. അതേപോലെ തന്നെ അക്ഷരത്തെറ്റില്ലാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക കേട്ടോ. ദീർഘം, വള്ളി, പുള്ളി ഇതൊക്കെ മലയാളത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അക്ഷരത്തെറ്റില്ലാതെ എഴുതി പഠിക്കുക, മിടുക്കരായി പരീക്ഷ എഴുതുക. ഓക്കെ, അടുത്ത പാഠവുമായി വീണ്ടും കാണാം. ബൈ.